കാണുന്നത് എന്താച്ചാ നിങ്ങൾ എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട്. നിങ്ങൾ ആ ഡയറക്ഷനിലേക്ക് എഫേർട്ട് ഇടുന്നുണ്ട്, നിങ്ങൾ എനർജി ഇടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് ഒരു മാതിരി പോവുംന്ന് നിങ്ങൾ അങ്ങനെ ഒരു മനസ്സിൽ പ്ലാൻ വെച്ചിട്ടുണ്ടാവും. പക്ഷേ യൂണിവേഴ്സ് എന്തോ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കാണ്ട് എന്തോ ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ഇത് എന്ത് മാറ്റമാണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ കാർഡ്സ് എന്താ ഗൈഡൻസ് തരണേ, എന്താണ് ഈ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് എന്താ വരാൻ പോണേ, ആൻഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ എന്താ ഗൈഡൻസ് ഉണ്ടാവുക നമ്മൾ അതിലാണ് ഇപ്പോൾ നോക്കാൻ പോണത് കാർഡ്സ്. അപ്പോൾ ഇതൊരു സൈൻ സ്പെസിഫിക് റീഡിംഗ് അല്ല, ഇതൊരു സിറ്റുവേഷൻ സ്പെസിഫിക് റീഡിംഗ് ആണ്. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എവിടെയോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ഈ റീഡിങ്ങിനെ സ്റ്റാർട്ട് ടു ഫിനിഷ് വരെ നോക്കുക. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗൈഡൻസ് വരണേന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണത്, ഈ സർപ്രൈസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. പ്രതീക്ഷിക്കാണ്ട് എന്താ ഈ എനർജി വരണത് നമ്മൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി ഇപ്പോഴത്തെ അപ്പോൾ കറണ്ട് എനർജിയിൽ തന്നെ ഞാൻ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ഇത് വരാൻ പോണ എനർജിയാണ്, ഉടനെ വരാൻ പോണ എനർജിയാണ്. എന്താ വെച്ചാൽ ഈ എനർജിയിൽ ഇപ്പോൾ അത്ര ഒരു ഡിലേ ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഒരു ക്വിക്ക് മൂവിങ് എനർജിയാണ്. അതുകൊണ്ട് ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജിയിൽ ആ തുടക്കം, ആ എനർജി ഓൾറെഡി ഉണ്ട്. പക്ഷേ മേ ബി ചിലവർക്ക് അത് കുറച്ച് ദിവസം എടുക്കും അത് വരാൻ. ഓക്കെ, ബട്ട് അത് അല്ലാണ്ട് ചിലവർക്ക് ഇത് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ഞാനിവിടെ കാണുന്നത് ഒരു എഫേർട്ട് ഇടണ എനർജിയാണ്. എസ്പെഷ്യലി ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ എന്തോ ഒരു എഫേർട്ട് ഇടുകയാണ്. എന്തോ ഒരു പുതിയ കമ്മ്യൂണിറ്റിയുടെ ഒരു എനർജി വരുന്നുണ്ട്. ഓർ ഒരു പുതിയ ജോലി ആവാം, പുതിയ റിലേഷൻഷിപ്പ് ആവാം. റിലേഷൻഷിപ്പ് എനിക്ക് അത്ര കിട്ടുന്നില്ല. കൂടുതൽ എനിക്ക് ഒരു പ്രോജക്റ്റോ ഇല്ലച്ചാൽ എന്തോ ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ ഒരുമിച്ച് എന്തോ ചെയ്യണ എനർജി വരുന്നുണ്ട്. ഇവിടെ ഞാൻ കുറേ ഒരു ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ അൺഎക്സ്പെക്റ്റഡ് കാര്യം, ഈ വരാൻ പോണ സിറ്റുവേഷൻ എനർജി എന്തായിരിക്കും? അപ്പോൾ ക്വീൻ ഓഫ് സ്വോർഡ്സ് വന്നിട്ടുണ്ട് ഇവിടെ, 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, എംപ്രർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളെ എന്തോ ഒരു പുതിയ തുടക്കം കറണ്ട് എനർജിയിൽ കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ എന്തോ ക്രിയേറ്റ് ചെയ്യാണ്, ബിൽഡ് ചെയ്യാണ്. എനിക്ക് കൂടുതൽ ഇതൊരു പ്രാക്ടിക്കൽ എനർജി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊരു ജോലിയുടെ കാര്യത്തിലാവാം, ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്തോ ഒരുമിച്ച് വേറെ ആൾക്കാരുടെ കൂടെ എന്തോ ക്രിയേറ്റ് ചെയ്യണ എനർജി ആവാം. അപ്പോൾ ഈ അൺഎക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കാണ്ട് വരണ എനർജി എന്താ വെച്ചാൽ ഞാനൊരു റൊമാൻറ്റിക് എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഞാനൊരു റിലേഷൻഷിപ്പ് എനർജിയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഗ്രൂപ്പിനെ ചേർന്നത് ഇല്ലച്ചാൽ ഈ പുതിയ തുടക്കം വരണത് നിങ്ങൾ ഒട്ടും വിചാരിച്ചില്ലാതെ ഇത് ഇങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്നു, ഒരു റൊമാൻറ്റിക് ആംഗിളിൽ പോകുന്നു. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഏതോ ഒരു പേഴ്സൺ വരുന്നുണ്ട്. ഈ പേഴ്സൺ കുറേ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ്, ഒരു നല്ല പവർഫുൾ ആയ ഒരു എനർജിയാണ് കാണുന്നത്. കുറേ വിസ്ഡം ഉള്ള പേഴ്സൺ ആണ്. കുറേ ഒരു എന്താ പറയുക, കരിയറിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പേഴ്സണിൻ്റെ എനർജിയാണ് കാണുന്നത്.
ഒരു CEO ഇല്ലേച്ച ബോസിൻ്റെ മാതിരി ഒരു എനർജിയാണ്, ഇല്ലേച്ച ഒരു ബിസിനസ് പേഴ്സൻ്റെ എനർജിയാണ്. ഈ പേഴ്സൻ്റെ കൂടെ ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ റൊമാൻറ്റിക് തുടക്കമുണ്ട്. ഈ റൊമാൻറ്റിക് തുടക്കം ഒരു നോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, ഇതെന്തോ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഒരു ലവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. തുടങ്ങുമ്പോൾ ലവ് അല്ല, പക്ഷെ എവിടെയോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേഴ്സണെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു കുറേ ഒരു പാഷനറ്റ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് കുറേ സ്റ്റേബിൾ കൂടിയുമാണ്. പാഷൻ മാത്രമല്ല, ഇതിലൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. ആൻഡ് ഇത് ഒരു നല്ല റൊമാൻറ്റിക് എനർജിയാണ്. നിങ്ങളുടെ ഈ അൺഎക്സ്പെക്റ്റഡ് എനർജി പറയുന്നത് ഒരു റൊമാൻറ്റിക്, ഒരു നല്ല ലൈറ്റ് ഹാർട്ടഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ ചേഞ്ച് വരാനുള്ള കാരണം? എന്താണ് ഈ മാറ്റം വരാനുള്ള കാരണം? അപ്പോൾ എവിടെയോ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യണത്, നിങ്ങളുടെ എനർജി തന്നെ കുറേ ഒരു അട്രാക്റ്റീവ് എനർജിയാണ്. നിങ്ങൾ ആക്ച്വലി സബ് കോൺഷ്യസ്ലി ഇങ്ങനത്തെ ഒരു എനർജീനെ മാനിഫെസ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ കാണുന്നത് ഈ സമയത്ത് കുറേ ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ആയി വരും. എന്താ വെച്ചാൽ നിങ്ങളുടെ എനർജി തന്നെ അങ്ങനെയാണ്. കുറേ ഒരു സ്റ്റേബിലിറ്റിയുടെ എനർജി, കുറേ ഒരു ബാലൻസിൻ്റെ എനർജി ഉണ്ട്. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഈ സമയത്ത് കുറേ ആൾക്കാരെ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ഏത് പേഴ്സണാണ് നിങ്ങളുടെ എന്താണ് ചെയ്യേണ്ടത്, ഏത് പേഴ്സണാണ് നിങ്ങൾക്കൊരു നല്ല പേഴ്സൺ, ഒരു നല്ല പാർട്ട്ണർ ഉണ്ടാവുക, അതാണ് നിങ്ങളുടെ മനസ്സിൽ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ പേഴ്സൺ വരാൻ പോണ പേഴ്സൺ നിങ്ങളുടെ പാസ്റ്റിൻ്റെ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ഈ പേഴ്സണിൻ്റെ. ഓക്കെ, അവർ മേ ബി നിങ്ങൾ മുമ്പേ അറിയണ പേഴ്സൺ ആയിരിക്കാം. എവിടെയോ നിങ്ങൾ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ട് കുറേ കൊല്ലം കഴിഞ്ഞ് ആദ്യം മീറ്റ് ചെയ്യണ എനർജി ആവാം. ഇല്ലേച്ചാൽ ഒരു പഴയ ഫ്രണ്ടിൻ്റെ എനർജി ആവാം. നമ്മളിങ്ങനെ റീയൂണിയൻസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ആൾക്കാരെ മീറ്റ് ചെയ്യും, ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും, കോണ്ടാക്റ്റ് ഇല്ലാച്ചാലും കുറേ കൊല്ലം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഫെമിലിയർ എനർജിയാണ് കാണുന്നത്. ഓക്കെ, അതല്ലച്ചാൽ എവിടെയോ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു കോമൺ എന്തോ പാസ്റ്റിൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. എന്ന് വെച്ചാൽ സെയിം, നിങ്ങൾ രണ്ടാളും സെയിം സ്ഥലത്തിനായിരിക്കും ജനിച്ച്, ഇല്ലച്ചാൽ ഒരു എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ചേഞ്ച്, എങ്ങനെയാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യാൻ പോണത്? അപ്പോൾ നിങ്ങൾ കുറേ എക്സൈറ്റഡ് ആണ്, ആൻഡ് നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് എനർജി ആയിട്ടാണ് ഇത് തുടങ്ങാൻ പോണത്. ഇവിടെ കുറേ കോമ്പറ്റീഷൻ്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ചില വേറെ ആൾക്കാരും ഇൻവോൾവ് ആയിരിക്കും. എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവാം ഈ പേഴ്സൺ അല്ലാണ്ട്. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് ഉണ്ടാവാം നിങ്ങളല്ലാണ്ട്. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെ ആസ് ഇറ്റ് ഇസ് നിങ്ങളുടെ എനർജി ഒരു പവർഫുൾ അട്രാക്റ്റീവ് എനർജിയാണ്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കുറേ ആൾക്കാരെ എനിവേ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യണ എനർജി ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നല്ല ഒരു പോസിറ്റീവ് ചേഞ്ചാണ് കൊണ്ടുവരണേ. എന്താ വെച്ചാൽ ഈ പേഴ്സൺ കുറേ ഒരു സ്റ്റേബിലിറ്റി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ എവിടെയാണ് ഇത് അടുത്തത് പോവണത്? ലൈക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോവുക? അപ്പോൾ ആദ്യം ഞാൻ കാണുന്നത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഈ പേഴ്സണിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ പേഴ്സൻ്റെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു നോയിങ് ഫേസ് നമ്മൾ പറയില്ലേ, ഒരു ഡേറ്റിംഗ് ഫേസ് മാതിരി ഒരു എനർജി ഉണ്ട്. പക്ഷേ ഇത് വേഗം മുമ്പോട്ടേക്ക് പോവും. ഓക്കെ, ഇത് അങ്ങനെ ഒരു ഡിലേ ബ്ലോക്ക് ഒന്നും കാണില്ല. ഇൻഫാക്റ്റ് ഇതിൽ ഇപ്പോൾ ഞാൻ കാണുന്നത് ഒരു നിങ്ങളെ എത്രയും സമയം സ്പെൻഡ് ചെയ്യണു ഒരുമിച്ച്, അത്രയും ഇത് ഒരു നല്ല ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോണത്. ആൻഡ് വേഗം ഉടനെ അത് മുമ്പോട്ടേക്ക് പോവും കാര്യങ്ങൾ. അപ്പോൾ ഒരു ഡിലേ ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അഡ്വൈസ് ഔട്ട്കം. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇത് നിങ്ങളുടെ ഒരു ഡിവൈൻ പെയർ ആയിട്ടാണ് വന്നിരിക്കണേ. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങൾ ആക്ച്വലി കുറച്ചൊരു എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇത് ഞാൻ വിചാരിക്കണ പോലെ തന്നെയാണോ ഇതിൽ ഫ്യൂച്ചർ ഉണ്ടാവുക, അതല്ല വെച്ചാൽ ഞാൻ ഓവർ എക്സൈറ്റഡ് ആവുണ്ടോ, അങ്ങനത്തെ ഒരു പേടിയൊക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് എപ്പോഴും നിങ്ങളെ കുറച്ചൊരു സ്ലോ ഡൗൺ ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഞാൻ കാണുന്നത്
നിങ്ങൾക്ക് എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ വരും. ഇത് ഒരു സ്റ്റേബിൾ എനർജിയാണ്. മുമ്പത്തെ റിലേഷൻഷിപ്സ് മാതിരിയല്ല. ഇതൊരു പെർമനൻറ്റ് റിലേഷൻഷിപ്പിൻ്റെ എനർജിയിലേക്കാണ് പോകുന്നത്. ആൻഡ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ അതെവിടെയോ നിങ്ങൾക്ക് ആ ഗൈഡൻസ് തരും. ഓക്കെ, നിങ്ങൾക്ക് ടാരോ കൂടിയും നോക്കേണ്ട ആവശ്യം വരില്ല. ഞാൻ കാണുന്നത് അങ്ങനത്തെ ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് പേടി ചിലപ്പോൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്താ വെച്ചാൽ പാസ്റ്റിലും നിങ്ങൾ ചില ഡിസപ്പോയിൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇതും പാസ്റ്റിൻ്റെ എനർജി മാതിരി അല്ല. ഓക്കെ, ഇതൊരു വെരി സ്പെഷ്യൽ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൻ്റെ എനർജി ഒരു ഏരീസ് ആവാം, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവാം. അതല്ലാണ്ട് ഒരു സ്കോർപ്പിയോ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൈൻസ് ആണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? The quiet blade. Wise, clear, fiercely honest, you have seen storms and stood taller after each. Speak with grace, act with truth. Your voice cuts through the noise. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾ മുമ്പും നിങ്ങളുടെ ലൈഫിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ അതിനൊക്കെ പുറത്തു വന്നു, ഒരു ഗ്രേസ്ഫുൾ തരത്തിലാണ് പുറത്തു വന്നത്. ആൻഡ് ഇത് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നത് ഒരു നല്ല പോസിറ്റീവ് ചേഞ്ചാണ് വരാൻ പോണത്. പക്ഷെ നിങ്ങൾക്ക് അതിൽ കുറേ ഓപ്പൺ ആയിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾക്ക് ഒട്ടും പേടിക്കാനില്ല. ഓക്കെ, നിങ്ങളുടെ ഗ്രേസും നിങ്ങളുടെ ക്ലാരിറ്റിയുടെ കാരണമാണ് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് മുമ്പോട്ടേക്ക് പോവുക. Blazing change, sudden upheaval, chaos reveal what is no longer true. In the collapse of old foundations lies the spark of transformation, clearing the way for truth, growth and renewal. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് ആണ് വരണേ. ഇതൊരു സഡൻ ചേഞ്ച് ആയിരിക്കും. ആൻഡ് അത് ഒരു നല്ല ചേഞ്ച് ആണ് കൊണ്ടുവരണേ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാനിഫെസ്റ്ററുടെ കാർഡും വന്നിട്ടുണ്ട്. യു ഹാവ് ദ പവർ ടു മാനിഫെസ്റ്റ് യുവർ ഡ്രീംസ്. ട്രസ്റ്റ് ഇൻ യുവർ എബിലിറ്റീസ് ആൻഡ് യുവർ വിൽ പവർ ടു അച്ചീവ് സക്സസ്. യു ആർ എ പവർഫുൾ ക്രിയേറ്റർ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജസ് വന്നിരിക്കണേ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്ന്. പിന്നെ മറ്റേ കാര്യം എന്താ വെച്ചാൽ, പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.